മധ്യേഷ്യയിൽ തീ പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിന്റെ 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറത്തു വരുന്നത് അവിശ്വസനീയമായ കണക്കുകളാണ്. വെറും 24 മണിക്കൂർ, അതായത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം അമേരിക്ക ചിലവാക്കിയത് $700 മില്യൺ അതായത് ഏകദേശം 6000 കോടിയിലധികം ഇന്ത്യൻ രൂപ ഒരു ദിവസം കൊണ്ട് ചാരമായി മാറിയിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ഇറാന്റെ തിരിച്ചടി അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയാണ്. ഈ യുദ്ധം അമേരിക്കയെ ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുന്നു. പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ശത്രുതയുടെ കാരണമൊന്ന് നോക്കാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഒരു ആക്സിസ് ഓഫ് ഇവിൾ രാജ്യമാണ്. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ ഇറാനിന്റെ ആണവായുധ പദ്ധതികൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനും അവരെ സാമ്പത്തികമായി തകർക്കാനുമാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് റിസ്കുകളും അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണച്ചെലവുമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആ കണക്കുകളിലേക്ക് തന്നെ വരാം. അമേരിക്ക ഒരു വമ്പൻ സൈനിക ശക്തിയാണെന്നതിൽ തർക്കമില്ല. പക്ഷേ ഇറാൻ ഇറാഖിനെ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെയോ ഉള്ള ഒരു രാജ്യവുമല്ല. ഇറാന്റെ മിലിറ്ററി പവർ വളരെ വലുതാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ, അതായത് ഇപ്പോൾ സംഭവിക്കുന്നതിനേക്കാളും വലിയൊരു തോതിലേക്ക് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ അതിന്റെ ചിലവ് കുറഞ്ഞത് $1.5 ട്രില്യൺ മുതൽ $2 ട്രില്യൺ വരെ ആകുമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും. അമേരിക്കയുടെ കടം ഇപ്പോൾ തന്നെ $34 ട്രില്യൺ കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയും വലിയൊരു യുദ്ധം ഇത് കടുക്കുകയാണെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ തകരും. സൈനികരുടെ ശമ്പളം, ആയുധങ്ങൾ, മിസൈല്, ഇന്ധനം, അങ്ങനെ ചിലവ് ഓരോ സെക്കൻഡിലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ $700 മില്യൺ കണക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഇത്രയും വലിയ തുക ഒരു ദിവസം കൊണ്ട് തീരുന്നത്? ഒന്നാമതായി, ഓരോ നിമിഷവും തൊടുത്തുവിടുന്ന കോടികൾ വിലയുള്ള മിസൈലുകൾ. രണ്ടാമതായിട്ട്, വായുസേനയുടെയും നാവികസേനയുടെയും എയർഫോഴ്സിന്റെയും നേവിയുടെയും വമ്പൻ ഇന്ധന ചെലവുകൾ. മൂന്നാമതായിട്ട്, തകർന്നു വീഴുന്ന ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും. നമ്മൾ കണ്ടതാണ് ഇറാൻ ഒരു നിസ്സാരക്കാരനല്ല എന്നുള്ളത്. ആദ്യ ദിനം തന്നെ അത് തെളിയിച്ചിരിക്കുകയുമായിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ അമേരിക്കയുടെ ചില സൈനിക താവളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ യുദ്ധം ഇതേ വേഗതയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഓരോ മാസവും $20 ബില്യൺ കൂടുതൽ അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരും. ഇത് അമേരിക്കൻ ടാക്സ് പേയർമാരുടെ പണമാണ്. ട്രംപിന്റെ ഈ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായി പാപ്പരാക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ യുദ്ധം നടന്നാൽ നമ്മൾ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? എണ്ണവിലയിലാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇതിനോടകം തന്നെ ആ കടലിടുക്ക് അടച്ചിട്ടുണ്ട്. ഈ കടലിടുക്ക് അടയ്ക്കുന്നതോടെ ലോകത്തെ 20% എണ്ണ വിതരണം നിലയ്ക്കും. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $150 വരെ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പെട്രോൾ വില 100 കടന്നു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് 200 300 കടന്നാൽ അത്ഭുതപ്പെടാനില്ല. പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിലാകും. ഭക്ഷണ സാധനങ്ങൾ മുതൽ ട്രാൻസ്പോർട്ടേഷൻ വരെ എല്ലാം സാധാരണക്കാർക്ക് അപ്രാപ്യമാകും. ഇനി അമേരിക്ക ഒറ്റയ്ക്കായിരിക്കില്ല ഈ ഒരു യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ തീർച്ചയായും ട്രംപിനൊപ്പം നിൽക്കുന്നുമുണ്ട്. ഇതിന്റെ മറുപടി എന്നോണം ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി സൗദി അറേബ്യയും UAEയും ആക്രമിക്കുകയാണ്. അങ്ങനെ മധ്യേഷ്യ മുഴുവൻ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ചൈനയും റഷ്യയും. ഇറാന്റെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ണറാണ് ചൈന എന്ന് പറയുന്നത്. ഇറാന്റെ എണ്ണ കൂടുതലായി വാങ്ങുന്നത് ചൈനയാണ്. അമേരിക്ക ഇറാനെ തകർക്കാൻ ശ്രമിച്ചാൽ ചൈന വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവർ ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അതൊരു 3rd വേൾഡ് വാറിലേക്ക് നയിച്ചേക്കാം. അതായത് ചൈനയും റഷ്യയും ഇപ്പോൾ നിശബ്ദരായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക നില തകരുന്നത് കാണാൻ രണ്ടു പേർക്കും താല്പര്യവുമുണ്ട്. യുദ്ധം മുറുകുമ്പോൾ അവർ ഇറാനെ സഹായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ ആയിരിക്കും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി സത്യത്തിൽ അമേരിക്കയെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുമോ എന്ന പേടിയും ഇന്ന് പലർക്കുമുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് തടയപ്പെട്ടില്ലെങ്കിൽ ഇറാനിലെ പ്രധാന ഓയിൽ റിഫൈനറീസ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഗ്രീൻ സിഗ്നൽ നൽകിയേക്കും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുക എന്നതാണ് പ്ലാൻ. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അമേരിക്കൻ കോൺഗ്രസിൽ ട്രംപിന്റെ യുദ്ധ ഫണ്ടിങ്ങിനെതിരെ ചില ഡെമോക്രാറ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ തുക യുദ്ധത്തിനായി ചിലവാക്കുന്നത് അമേരിക്കയെ തകർക്കുമെന്നാണ് അവരുടെ വാദം. എന്നാൽ പിന്മാറാൻ ട്രംപ് തയ്യാറല്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 4ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് തങ്ങൾക്കൊരു തിരിച്ചടി നൽകേണ്ടി വന്നാൽ അമേരിക്കയുടെ മധ്യേഷ്യയിലെ എല്ലാ സൈനിക താവളങ്ങളും തങ്ങൾ തകർക്കുമെന്നാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് പകരം മിസൈലുകൾ സംസാരിക്കുന്ന ഒരു കാലത്തേക്കാണോ നമ്മൾ പോകുന്നത്? ട്രംപിന്റെ ഈ യുദ്ധ പ്ലാൻ അമേരിക്കയെ വീണ്ടും ലോകത്തിലെ 1ാം നമ്പർ ശക്തിയാക്കുമോ അതോ ആ രാജ്യം കടക്കണിയിലായി തകരുമോ?
ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ സാധാരണക്കാരാണ്. ഒരു ദിവസം കൊണ്ട് 6000 കോടി രൂപ ചാരമാക്കുന്നവർക്ക് ലോകത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ ലോകം എന്ന ആയുധങ്ങളുടെയും അധികാരത്തിന്റെയും പുറകെയാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.